ഹലോ സുഹൃത്തുക്കളെ, എന്തായാലും വിശേഷം എല്ലാവരും സുഖമല്ലേ? അപ്പോൾ ഞങ്ങളൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കണം. അപ്പോൾ എന്താണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞങ്ങൾക്കും സുഖം തന്നെ. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സന്തോഷത്തിൽ. അല്ലെ, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരായാലും കണ്ടുകൊണ്ടിരിക്കുന്നവരായാലും സപ്പോർട്ടൊക്കെ ചെയ്യുക. അപ്പോൾ തുടക്കത്തിൽ പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ അടിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ആദ്യം തന്നെ എനിക്ക് പറയാമെന്ന് വെച്ചാലല്ല, ഞങ്ങൾ ഒരുപാട് രണ്ടു മൂന്ന് കാര്യങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ലിജിയുടെ ഒരു വലിയ ആഗ്രഹം വരുന്നുണ്ട, അത് സാധിച്ചു കൊടുത്തു. അത് ഭയങ്കര സംഭവം ഉണ്ടെന്നുണ്ട്. അപ്പൊ ലിജിയുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തു. അതില്ല ഒരു ഇതിലാണ്. പിന്നെ അതിന് അതും അത് മാത്രല്ല, പിന്നെ വെച്ചാൽ എനിക്ക് അത് കണ്ടാ മതി, ആഗ്രഹം ഇപ്പം എന്താ മനസ്സിലാവും. അത് നമ്മളെ സുഹൃത്തുക്കളെല്ലാം കണ്ടോളും എന്താണ് ലിജിയുടെ ആഗ്രഹം ഉണ്ടായിരുന്നതെന്ന്. വല്ലാത്തൊരാഗ്രഹമായിരുന്നു കേട്ടോ. എന്തായാലും ഒരു കാര്യം പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ നാട്ടുകാരനും അതുപോലെ തന്നെ ഞങ്ങളുടെ സുഹൃത്തുമായ അംസുക്ക, ഞങ്ങളുടെ നാട്ടിലെ സുപരിചിതനാണ്. അദ്ദേഹത്തിന് നമ്മുടെ പത്മശ്രീ മോഹൻലാലിൽ നിന്ന് ലണ്ടനിൽ വെച്ച് ഒരു അവാർഡ് കിട്ടുകയുണ്ടായി. ഗ്ലോബൽ അച്ചീവ്മെൻ്റ് അവാർഡ് എൻ്റെ UK വെച്ച് നമ്മളെ പത്മശ്രീ മോഹൻലാലാണ് കൊടുത്തത്. അദ്ദേഹം ഇവിടെ കുവൈത്തിൽ ബിസിനസ് ചെയ്യുന്നു. നാട്ടിൽ ഇവിടെ പ്രമുഖ ഒരു ബിസിനസ്സുകാരൻ മാത്രമല്ല, നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമ എന്നൊക്കെ പറയാം. അങ്ങനെ ഡോക്ടറേറ്റ് കിട്ടി. ഡാലിയ ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പിൻ്റെ ചെയർമാൻ, കൊടുങ്ങല്ലൂർ എടവിലങ്ങ് കാതിയാളം ദേശത്ത്. അപ്പൊ നമ്മളെ പേപ്പറിൽ വന്നൊരു ന്യൂസ് വെച്ചിട്ടാണ് പറയുന്നത്. കുവൈത്തിലെ പ്രമുഖ വ്യവസായിയും ഡാലിയ ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പ് ചെയർമാനുമായ കൊടുങ്ങല്ലൂർ എടവിലങ്ങ് കാതിയാളം സ്വദേശി ഡോക്ടർ കെ അബ്ദുള്ള ഹംസ കൊണ്ടാമ്പുള്ളിക്ക് ലണ്ടനിൽ വെച്ച് ഇന്ത്യ ഗ്ലോബൽ ബിസിനസ് എക്സലൻ്റ് അവാർഡ് വേദിയിൽ ഗ്ലോബൽ അച്ചീവ്മെൻ്റ് അവാർഡ് സമ്മാനിച്ചു. അതെ, കൊടുത്തത് നമ്മളെ പത്മശ്രീ മോഹൻലാലിൽ നിന്ന് നമ്മളെ പ്രിയ സുഹൃത്തിന് ഇങ്ങനെ കിട്ടുന്നത് നമുക്കൊരു അഭിമാനം. ഞങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ നാടിനാണ്, ഞങ്ങളുടെ നാട്ടുകാർക്കൊരു അഭിമാനം ഒക്കെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ഞങ്ങളുടെ ഹംസിക്ക. ഇപ്പോൾ അടുത്ത കാലത്ത് മുമ്പ് ഡോക്ടറേറ്റ് കിട്ടി. ഒരുപാട് എല്ലാ സംരംഭങ്ങളും ഒരാളുടെ ഒരു സാമൂഹ്യ സാംസ്കാരിക സേവന അതെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് എല്ലാത്തിനും മുൻപന്തിൽ നിൽക്കുന്ന ആളാണ്. നാട്ടിലെ നമ്മുടെ എന്താ പറയാ, നിർധരായിട്ടുള്ള ആളുകൾക്ക് കുടുംബങ്ങൾക്ക് സഹായം ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു അതിനൊക്കെയാണ്. അതാണ് ഈ ഡോക്ടറേറ്റ് കിട്ടിയത്. ഈ ചാരിറ്റിയുടെ ഇതിലാണ് ഡോക്ടറേറ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിന്. അല്ല, നമ്മളെ വീഡിയോയില് നമ്മള് നോമ്പറക്കുന്ന വീഡിയോയിൽ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അവിടുന്ന് അന്ന് മോഹൻലാൽ കൊടുത്ത ആ അവാർഡ് നമുക്കൊന്ന് ഇതിൽ കാണാം, പ്ലേ ചെയ്യാം. ഓക്കെ, അത് കണ്ടു നോക്കാം. പിന്നെ ലിജിയുടെ എന്താ പറയാ ആഗ്രഹങ്ങൾ തീർത്തത്. പിന്നെ ഞങ്ങള് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ബസ് യാത്ര ബസ്സിൽ കയറുന്നതാണ്. ഡബിൾ ഡെക്ക് ബസ്സിലേ ഇവിടെ വന്നിട്ട് ബസ്സിൽ കയറിയിട്ടുണ്ട്, നാട്ടിൽ കുറെ കയറിയിട്ടുണ്ട്. അതിൽ കയറണത് ഞാൻ പറഞ്ഞിരുന്നു, അതൊന്നും കയറി വല്ലാത്തൊരാഗ്രഹമായിരുന്നു. അപ്പൊ ഇന്ന് നടപ്പാക്കി ബസ്.
അടുത്തതായി ഡോക്ടർ കെ അബ്ദുള്ള ഹംസയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇദ്ദേഹം ഡാലിയ ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാണ്. May we please have Dr. Abdullah Hamza on the stage. A huge round of applause for Dahlia Hospitality Group. Thank you, Dr. Abdullah. May we have founder and CEO Shri. ചൂടാണ് പുറത്ത്. സമയത്രയായി ഇപ്പം 5:14. നല്ല ചൂടാണ്. എന്നാലും നമുക്ക് പുറത്തൊക്കെ പോയി കറങ്ങി വരാം. ആ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോവാം. പോവാം. ഓക്കെ, പുറത്തിറങ്ങാം. ഞങ്ങളത് സൂപ്പർ മാർക്കറ്റിൽ എല്ലാ ആഴ്ചയും പോകുന്നതാണ്. നമ്മളെ സൂപ്പർ മാർക്കറ്റ് ഇതുവരെ സൂപ്പർ മാർക്കറ്റിലെ വീടിന്ന് ഇട്ടിട്ടില്ല. ഇട്ടിട്ടുണ്ടോ? അതെ, സൂപ്പർ മാർക്കറ്റിൽ പോകണം. നല്ല സാധനമൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ കിട്ടും. നല്ല നോടിയിടാം അല്ലേ? ഇനിയിപ്പം പുറത്തൊക്കെ ഇറങ്ങിയിട്ടേ ഇറങ്ങാം. ഇപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് വരാം അല്ലേ? സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് വരാം. സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ എല്ലാ ആഴ്ചയും പോകുന്നതാണ് കേട്ടോ. അപ്പം എല്ലാ ആഴ്ചയും പോകണം. അപ്പോൾ സാധനങ്ങളൊക്കെ ഏകദേശം ഒരാഴ്ചയൊക്കെ മേടിച്ചൊക്കെ തീർന്നിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം വാങ്ങണം. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും തീർന്ന പോയി തൊട്ടടുത്തുള്ള കടയിലൊക്കെ പോയി വാങ്ങും. ബക്കാലയിലൊക്കെ പോയി വാങ്ങും. അപ്പോൾ പിന്നെ ഞങ്ങളൊന്ന് പുറത്തിറങ്ങി സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് കേട്ടാ. ഓക്കെ, ഓ എന്ത് ചൂടാല്ലേ. കയ്യിലെന്തോ താങ്ങി പിടിച്ച് കൊണ്ടുപോകണമായിരുന്നു കേട്ടോ. വേസ്റ്റാണ്. അവിടെ നമ്മുടെ വേസ്റ്റ് കളയണ സ്ഥലമാണത്. അതിൻ്റെ വേസ്റ്റ് തൊട്ട് അപ്പുറമുണ്ട്. കൈ അവിടെ. അപ്പോൾ 5:23, 5:30 ആവാനായിട്ടോ. ഭയങ്കര ചൂടാണ് ഇപ്പോൾ പുറത്ത്. നല്ല ചൂടാണ്. അത് അമേരിക്കൻ വണ്ടി അതാണ്. കമ്പനി വണ്ടി. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന എൻ്റെ കമ്പനി വണ്ടിയിലാണ് കേട്ടോ. എൻ്റെ ഈ വണ്ടിക്ക് വിചാരിച്ചാണ്. എപ്പോഴും കാറിലല്ലേ? നമ്മളെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. ഇതേ കിടക്കണ നമ്മളെ വണ്ടിയാണ്. നമ്മളെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചെന്ന് ഇന്ന് ഈ വണ്ടിക്ക് പോകാം. അവിടെ കിടക്കട്ടെ അല്ലേ വണ്ടി. ഏതായാലും നമ്മളെ ഈ വണ്ടിക്ക് പോകാം. ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് വലിക്കാൻ പോകണം. മനസ്സിലായല്ലോ വന്ന എവിടെ ഉണ്ട് അല്ലേ? താഴെ ഉണ്ട് നെക്സ്റ്റ്. ചിക്കനാണ് കാണുന്നത്. ചിക്കൻ മുട്ട നമുക്ക് ലാസ്റ്റ് എടുക്കാം, അല്ലാതെ വെക്കാൻ ബുദ്ധിമുട്ടാണ്. വെളുത്തുള്ളി എടുക്കൂലേ? കപ്പക്കിഴങ്ങ് അല്ലേ? സ്വീറ്റ് പൊട്ടാറ്റോ എല്ലാം ഉണ്ട്.
ചോന്നിരിക്കണല്ലേ $995 ഫിക്സ് അല്ലേ? വിലയൊക്കെ പഠിച്ചപ്പോ പ്ലമ്മിന് 895 ഫിക്സ്. പ്ലം എടുക്കണ്ട പ്ലം 2 മതി. എനിക്ക് അധികം കിട്ടത്തില്ല, മധുരമുണ്ടെങ്കിൽ ഉള്ളു. 2000 ഉണ്ട് കേട്ടാ, 2 എണ്ണം. നേന്ത്രപ്പഴത്തിന് 1695 ഫിക്സ്. ഐസ്ക്രീം പർച്ചേസ് കഴിഞ്ഞു. അങ്ങനെ 2-3 കടയിലൊക്കെ കയറിയിട്ടാ, 2-3 കടയിലൊക്കെ കയറിയിട്ട് പോവാ. അതെനിക്കറിയില്ല, നൈറ്റൊക്കെ അങ്ങനെ വരുന്നുണ്ട്, എനിക്കറിയില്ല. ഇനി നമ്മളെ വണ്ടിന് ആരോ ബ്ലോക്ക് ഇട്ടിട്ടുണ്ടായില്ലേ? ശരി, ചില വണ്ടി ഷാർട്ടായി ഉള്ളിലിരിക്കാം, AC ഒക്കെ ഇട്ട് അറിയാല. അപ്പം നമ്മ എവിടെ നിൽക്കുന്ന അറിയോ? ഇത് ഫഹേലിലാണ് കേട്ടോ, ഫഹേലിലാണ്. അപ്പോൾ നമ്മളിന്ന് ഒരു സ്ഥലത്ത് പോയില്ല. എവിടെയാണ്? ലുലുവില്. ആ, ഇന്ന് ലുലുവില് പോയില്ല. ഹൈവേ അതിനപ്പുറത്ത് നെസ്റ്റോ, അതാണ് നെസ്റ്റോ. ഇതാ ഈന്തപ്പഴം നെറ്റൊക്കെ ഇടിയാണ്, പഴുത്ത് വരണുള്ളൂ. ഞങ്ങളങ്ങനെ ബസ് സ്റ്റോപ്പിൽ കിടക്കണ്ട, ബസ്സിന് പോകാനൊരു പൂതി, ലിജിര ഒരാഗ്രഹവും. ആ, ഡബിൾ ഡെക്ക് ബസ്സിൽ യാത്ര ചെയ്യാനായിട്ടൊരു പൂതി. അപ്പം അതും കൂടി സാധിച്ചു കൊടുക്കാം. ബസ് സ്റ്റോപ്പിലേക്ക് വേണ്ട, ആ ബസ് സ്റ്റോപ്പ് അതാണ്, അപ്പുറം റോഡ് പറയണം കേട്ടോ, സൂക്ഷിക്കണേ. അങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പുറത്തോട്ട് കവർ ചെയ്യണം കേട്ടോ, സൂക്ഷിക്കണേ. ഡബിൾ ഡെക്ക് വരും. ചാടിക്കോ 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 ചാടി, ഓടി ഓടി ഓടി. നിക്ക് 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 നിക്ക്. ഇവിടെന്നാ വരാ, ഇനി ഇവിടെന്നാണ് ഇപ്പുറത്തുനിന്നാണ് വരുന്നത്. ഇനി ഈ റോഡ് അപ്പുറത്ത് മുറിച്ചടക്കണം. വണ്ടികൾ ഇങ്ങനെ പാഞ്ഞു വരികയാണ്. അത് അവിടെ സിഗ്നൽ ഓൺ ആയിട്ടുണ്ട്, അത് കഴിയുമ്പോൾ നമുക്ക് അപ്പുറത്തോട്ട് കിടക്കാം. ചാടി 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 ചാടി. ഇത് വേറൊരു ബസ്സാടാ, ഡബിൾ ഡെക്ക്. ആ, ഡബിൾ ഡെക്ക് വരുന്നുണ്ട് അവിടെ നിന്ന്, നമുക്ക് നോക്കാം. മോളിൽ കയറിയിരിക്കണം. ആ, ഇവിടെ നിർത്തും. ഇതല്ല, ഇതിന്റെ പിന്നിൽ വരണം കേട്ടാ, അതാണ് ഡബിൾ ഡെക്ക്. ആ, അതെ അതെ അതെ, ഡബിൾ ഡെക്ക്. ഇവിടെ തുറക്കും കേട്ടാ. ആ, മേലെ കയറിക്കാം, മേലെ കയറി കയറി. ആ, കയറി.
ഡബിൾ ഡക്കാണ്. ആ കയറിപ്പോ പോ പോ. കേറാണ്. മോളിരിക്കണല്ലേ, നല്ല രസമല്ലേ അല്ലേ? ഭയങ്കര ഇങ്ങനെ കിടന്നാടുന്നു അല്ലേ? താഴോട്ടും എപ്പോഴും പേടിക്കാണ്ടായി. പോലീസിൻ്റെ പോണൊക്കെ